വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ വിഷയം ഫഹദ് ഫാസിലും ADHD അസുഖമാണ്. ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. സോഷ്യൽ മീഡിയ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായി വീണ്ടും പറയുന്നു, ADHD അസുഖം എന്നാൽ ഒരു മനുഷ്യന്റെ ബ്രെയിനിനെയും അവന്റെ മനസ്സിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ അസുഖം ബാധിക്കും. എന്റെ ഭാഷയിൽ അഥവാ 16 ദിശകളോട് കൂടിയിട്ടുള്ള യഥാർത്ഥ വാസ്തുശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബ്രെയിനിനെ, അവന്റെ മനസ്സിനെ, അവന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന 3 ദിശകൾ ഒരു ഭവനത്തിലുണ്ട്. വടക്ക് കിഴക്ക് ഭാഗം, വടക്ക് കിഴക്കിന്റെ കിഴക്ക് ഭാഗം, വടക്ക് കിഴക്കിന്റെ വടക്ക് ഭാഗം. ഈ 3 ദിശകളിൽ വരുന്ന നിർമ്മാണ വൈകല്യങ്ങളാണ് ഒരു മനുഷ്യന്റെ മൈൻഡ്, വിഷൻ, ഫോക്കസ്, ക്ലാരിറ്റി, ബ്രെയിൻ എന്നിവയെ നശിപ്പിച്ചു കളയുന്നത്. ഇതുകൂടാതെ മാറാരോഗങ്ങളും നിത്യരോഗികളുമാക്കാൻ ഈ 3 സ്ഥാനങ്ങളിൽ നിന്ന് കഴിയും. ഈ 3 ദിശകളിൽ വരുന്ന ബാത്റൂമുകൾ, കിച്ചൺ, സെപ്റ്റിക് ടാങ്ക്, മലിനജലക്കുഴി, ഈ ഭാഗത്ത് വന്നിരിക്കുന്ന പെയിന്റിംഗ് ആയ റെഡ് കളർ, അതുപോലെ യെല്ലോ കളർ, ഈശാനുകോൺ ഭാഗം അഥവാ നോർത്ത് ഈസ്റ്റ് പോർഷൻ കട്ടായി മാറുക, ഈ ഭാഗം എക്സ്റ്റെൻഡഡ് ആയി നിൽക്കുക, ഇതെല്ലാം ഈ അസുഖങ്ങൾക്ക് കാരണമാണ്. നിങ്ങളുടെ ഭവനത്തിലോ, നിങ്ങൾ മേടിക്കാൻ പോകുന്ന ഭവനത്തിലോ, നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിലോ ഇങ്ങനെയുള്ള നിർമ്മാണ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ നിർമ്മാണ വൈകല്യങ്ങളെ ശരിയാക്കി മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ കാത്തിരിക്കും. ഫഹദ് ഫാസിലിന്റെ ഭവനങ്ങളിലും അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റുകളിലായിക്കോട്ടെ ഇങ്ങനെയുള്ള നിർമ്മാണ വൈകല്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്നും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വാസ്തുശാസ്ത്രത്തിന്റെ മറ്റൊരു രഹസ്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.